നാവായിക്കുളത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നാവായിക്കുളത്തിൻ്റെ ഭൂമിക നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നാവായിക്കുളം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുര നടയിൽ ഇന്നും ചരിത്ര തിരുശേഷിപ്പായി നിലനിൽക്കുന്ന ക്ഷേത്രപ്രവേശന വിളംബര സ്തംഭം സ്ഥാപിച്ചത് 1936 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അത് ഒരു വലിയ ഒരു ചരിത്ര സംഭവമാണ്. കേവലം ഒരു ആരാധനയ്ക്കപ്പുറം ഒരു മാനവികതയുടെ ഒരു ഭാഗമായിട്ടിന്നും അവിടെ നിലനിൽക്കുന്നു. ഈ ക്ഷേത്രപ്രവേശന വിളംബര സ്തംഭം ഇവിടെ സ്ഥാപിക്കാനുണ്ടായ മറ്റ് ചരിത്രപരമായ സംഭവങ്ങളൊക്കെയുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് ഈ ക്ഷേത്രപ്രവേശന വിളംബര സ്തംഭത്തെ അന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ അത്ഭുത സംഭവമെന്നും ജനങ്ങളുടെ മാഗ്നാ കാർട്ടയുമാണ്. അപ്പോൾ അത്രമാത്രം ചരിത്ര പ്രാധാന്യമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം. തീർച്ചയായിട്ടും ഇത് നാവായിക്കുളം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സ്ഥാപിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അന്നോളം നടന്നു വന്നിരുന്ന ഐത്തോച്ചാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ മുന്നിൽ അത് നടക്കുന്നത്.